ലോകം മുഴുവൻ ഇപ്പോൾ ലബൂബു പാവകൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലേ, വലിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആപ്പിൾ പ്രോഡക്ട്സ് മേടിക്കാൻ ആളുകൾ വരി നിൽക്കുന്നതിനേക്കാളും നീണ്ട വരിയിലൊക്കെ നിന്നുകൊണ്ടാണ് ആളുകൾ ഇന്ന് ഈ ലബൂബു പാവകൾ മേടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് ഈ ലബൂബു? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2011-12 കാലഘട്ടങ്ങളിലായിട്ട് കാസിംഗ് ലെങ് എന്ന് പറയുന്ന വ്യക്തി എഴുതി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നൊരു ബുക്ക് സീരീസ് ഉണ്ട്, ദ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്തുള്ള ഒരു ക്യാരക്ടറാണ് ലബൂബു എന്ന് പറയുന്നത്. പിന്നീട് പോപ്പ് മാർട്ട് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് കാസിംഗ് ലെങ് എന്ന് പറയുന്ന ചിത്രകാരൻ ടൈപ്പ് ആയതോട് കൂടിയിട്ടാണ് പോപ്പ് മാർട്ടിന് കീഴിൽ വലിയ തോതിൽ തന്നെ ഈ ലബൂബു ഡോളുകൾ വിപണിയിലേക്ക് എത്തിച്ചേരുന്നത്. അതിൽ തന്നെ വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിച്ച, വ്യത്യസ്ത ഫേഷ്യൽ എക്സ്പ്രഷൻസോട് കൂടിയ, വ്യത്യസ്ത ആക്സസറീസ് ലഭിച്ച രീതിയിലുള്ള ലബൂബുകളൊക്കെ തന്നെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലൈൻഡ് ബോക്സുകളിലായിട്ടാണ് ഈ ലബൂബു ടോയ്സ് വിപണിയിലേക്ക് എത്തുന്നത് എന്നൊരു കാര്യമാണ്. അതായത് ആ ബോക്സ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തുള്ളത് ഏത് ലബൂബു ആണ്, ഏത് നിറത്തിലുള്ളതാണ് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ടൊക്കെ തന്നെയും ആളുകൾ ഈ ബോക്സുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അൺബോക്സിങ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പല ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സും അവരുടെ ഫാഷൻ ആക്സസറി ആയിട്ട് പോലും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. പല ആളുകളും അവരുടെ ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ട്, അവരുടെ ഒരു തെറാപ്പി ടോയ് ആയിട്ട് പോലും ഇതിനെ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് ചില ആളുകൾ റീസെല്ലിങ്ങിനും ഈ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. അതായത് $10 മേടിച്ച ലബൂബു ടോയ്സ് $5000-നും $6000-നും ഒക്കെ തന്നെയും വിറ്റഴിക്കുന്നുണ്ട്. അതിൽ തന്നെ ലബൂബു ടോയ്സ് ലേലത്തിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. അത് ഏറെക്കുറെ 1,42,00,000 രൂപക്കാണ് മിൻ ഗ്രീൻ ലബൂബു ടോയ് ലേലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞ ജൂൺ 10 സംഗതി കൊള്ളാം അല്ലേ? എന്തൊക്കെ തന്നെ ആയാലും ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പോപ്പ് മാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള വാങ്നിങ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ടോയ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് 13,400 കോടി രൂപയോളമാണ്. സംഗതി എത്ര ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലബൂബുവിനെ കുറിച്ച് വിശദമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വാങ്നിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ കാസിംഗ് ലെങ്ങിനെ കുറിച്ചും ഈ ഒരു ദ മോൺസ്റ്റർ എന്ന് പറയുന്ന സീരീസിനെ കുറിച്ചും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വലിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഏതായാലും ഇവിടെ താഴെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ആ വീഡിയോ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കയറി നോക്കാം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കണ്ടുപിട്ടാം. ബൈ.